നമ്മളൊക്കെ ഓരോ ദിവസവും ജോലിക്ക് പോവാറുണ്ട്, എന്നിട്ട് പണം സമ്പാദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും ഞാനൊരു സമാധാനത്തോടെ, സാമ്പത്തികാവസ്ഥയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാനുള്ള ആത്മവിശ്വാസ കുറവുണ്ട്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം? ഞാൻ ഒരു ദിവസം 500 രൂപക്കാണ് ജോലി ചെയ്യുന്നതെങ്കിലും എനിക്ക് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനുമില്ല, ഒരു ബേജാറുമില്ല, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയാം. നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഒരു ആസ്വാദനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. സാധാരണ നമ്മളൊക്കെ ജോലിക്ക് പോകുന്നു, സമ്പാദിക്കുന്നു. അത് സാധാരണ ചെയ്യാറുള്ളത് ഈ സ്കില്ലാണ്. നമ്മൾ സ്കില്ല് വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. നമ്മൾ അധ്യാപനമാവാം, മറ്റു തൊഴിലുകളാവാം, കൃഷിപ്പണിയാവാം, എല്ലാം നമ്മളെ സ്കില്ല് കച്ചവടം ചെയ്തിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത്. ഇതാണ് ഭൂരിപക്ഷം, അല്ല എല്ലാ 100% ആളുകളും സമ്പാദ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഇതിനപ്പുറത്ത് 2 മെത്തേഡും കൂടിയുണ്ട്. ആ 2 മെത്തേഡും കൂടി നമുക്ക് പണം സമ്പാദിക്കാൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പതിയെ പതിയെ നമ്മളൊരു സമ്പന്നനാണ് എന്ന്, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയാൻ സാധിക്കുക. രണ്ടാമത്തത്, നമുക്ക് പണം ഉണ്ടാക്കുന്നത്, ഒന്ന് നമ്മൾ സ്കില്ലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് സ്റ്റാഫ്. അതായത് നമുക്ക് ഒരു സ്ഥാപനമുണ്ട്, ഒരു ബിസിനസ് ഉണ്ട്, അതിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നു. അപ്പൊ അവർ ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. ആ ജോലി അവരുടെ ജോലിയുടെ, അതായത് ഈ ജനങ്ങൾ, ഈ സ്റ്റാഫ്, നമ്മുടെ കീഴിലുള്ള സ്റ്റാഫ് ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. മൂന്നാമത്തെ ഒന്ന് മണിയാണ്. മണി എന്ന് പറഞ്ഞാൽ പൈസ നമുക്ക് പൈസ ഉണ്ടാക്കി തരും. അത് എങ്ങനെ ചോദിച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പിന്നെ അങ്ങോട്ട് അറിയേണ്ട, ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ പണം നമുക്ക് പണം ഉണ്ടാക്കി തരുന്നു. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ പണം സമ്പാദിക്കേണ്ടത്. ഈ പണം സമ്പാദിച്ചാൽ മാത്രം പോരാ, ഈ സമ്പാദിക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.